ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. കുറേ നാളായെന്ന് എനിക്കറിയാം. ഞാൻ ഒട്ടും വയ്യായിരുന്നു ഗൈസ്. എൻ്റെ ഒട്ടത്തിലൊരു ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പം അതും കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇന്ന് അളിയൻ വരുന്നുണ്ട്. വരുന്നുണ്ട്, നമ്മളെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പം പുള്ളി പോകാറായി തിരിച്ച് ഖത്തറിലോട്ട്. അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് മട്ടൻ ബിരിയാണിയും അളിയൻ്റെ ഫേവറേറ്റ് ഒരു സാധനമുണ്ട്. ഉമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ഉണ്ടാകും. പൂരി മുട്ട റോസ്റ്റ്. പൂരി രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഗൈസ്. അത് കാർത്തിക്കിന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളതിനെപ്പറ്റി അറിയാത്തത്. പക്ഷേ കാർത്തിക് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഓർമ്മയില്ല. പക്ഷേ പൂരി ഒരു രക്ഷയില്ല ഗൈസ്. ഉമ്മ അടിപൊളിയായിട്ട് പൂരിയും ഈ മുട്ട റോസ്റ്റും ഉണ്ടാകും. അപ്പോൾ അളിയൻ ഖത്തറിൽ നിന്ന് വന്നപ്പം നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ആദ്യം ചോദിച്ചതാണ് സ്പെഷ്യൽ പൂരി ആദ്യം, പിന്നെ ഉച്ചയ്ക്ക് മട്ടൻ ബിരിയാണി, അങ്ങനത്തെ പരിപാടി. അപ്പം ഗൈസ് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു സംഭവം ചെയ്യും. പിന്നെ രാത്രി ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു അനിമേ മൂവിയുണ്ട്. അപ്പം അത് കാണാൻ പോകുന്നുണ്ട് കാർത്തിയായിട്ട്. ആദ്യമായിട്ടാണ് ഒരു അനിമേ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. സോ ലെറ്റ്സ് സീ ഗൈസ് ഹൗ ഇറ്റ് ഇസ്. ഞാൻ സെപ്പറേറ്റ് വ്ളോഗായിട്ട് ഇടണോ ഇതിൽ തന്നെ ഇടണോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ ലെറ്റ്സ് സീ, ചിലപ്പോൾ ഇതിൽ തന്നെ ഇടും, അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടും. നോക്കാം ഗൈസ്. അപ്പം ആദ്യം എന്തായാലും അളിയൻ വരട്ടെ. അളിയൻ വന്നിട്ട് നമുക്ക് ഫുഡ് അടിക്കാം. സീ യു ഗൈസ്. വെൽക്കം ബ്രോ. ഇത് പ്രതീക്ഷിക്കണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ ഗൈസ്, നമ്മുടെ അളിയനെ എൻ്റെ വ്ളോഗിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കിട്ടാൻ ഭയങ്കര പാടാണ്, എന്നാലും ഫൈനലി നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. പൂരി വേണ്ടി വന്നു അളിയൻ തിന്നാൻ. ശരിയാണ്, കോൾ മീ ഫാബിലെ ഫാൻസ് എല്ലാവരും ഹായ് പറയൂ ഗൈസ്. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം വ്ളോഗാണ്. അപ്പം നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി ഇന്നൊരു വ്ളോഗ് തന്നെ സെറ്റാക്കി. അളിയൻ്റെ ഫേവറേറ്റ് ആണല്ലേ പൂരി ആൻഡ് മുട്ട റോസ്റ്റ്. പിന്നെ സ്പെഷ്യൽ സാധനം. അത് ശരിയാണ്, ഞാനും ഇങ്ങനെ പറയാം. അപ്പം നമ്മൾ ആദ്യം പൂരി മുട്ട റോസ്റ്റ് കഴിക്കുന്നു, പിന്നെ നമ്മൾ മട്ടൻ ബിരിയാണി കഴിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ ഡയറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് നമ്മുടെ പ്രതീക്ഷ. നോക്കാം. അതന്നെ ഞാൻ വിചാരിക്കും, അന്ന് എന്തെങ്കിലും ഗസ്റ്റുകൾ വന്നോണ്ടിരിക്കും. സത്യം കേട്ടാ ഗൈസ്, അത് തന്നെ ഗൈസ്. ഈ ആൾക്കാർ ഗസ്റ്റുകൾ വരുന്നത് നിന്നാൽ മാത്രമേ ഡയറ്റ് നിൽക്കുള്ളൂ, ഡയറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ പട്ടിണി കിടക്കാം എന്നുള്ള വിചാരത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഇങ്ങനെ വിഭവ സമൃദ്ധമായ സാധനങ്ങൾ കാണും. ഉടനെ എൻ്റെ മൈൻഡ് മാറും ഗൈസ്. അതാണ് സംഭവം. ഗൈസ്, ഇതാണ് കഥാപാത്രം. ദിസ് ഈസ് ദ പൂരി, ദിസ് ഈസ് ദ മുട്ട റോസ്റ്റ്. ദിസ് നമ്മൾ സൈഡിൽ ഉള്ളി ഉണ്ടാക്കി, ഉള്ളി സാലഡ്. കിടു ടേസ്റ്റാണ്. അനിമേ. ഞാനും ആദ്യമായിട്ടാണ് അനിമേ കാണാൻ പോകുന്നത്. കാർത്തികും ശ്വാസൊക്കെ ആണെന്നുള്ള ഞാനും കണ്ടിട്ടില്ല. ഇതെന്റെ ആദ്യത്തെ അനിമേ മൂവിയാണ്. അപ്പം ചൂട് പൂരി ഗൈസ്. അതെ, പൂരിന്ന് സ്റ്റാർട്ടിങ് ആണ് ഇന്നത്തെ. ആർക്കും അറിഞ്ഞൂടാ ഇവിടെ ഇങ്ങനെ ഒരു സാധനം സ്പെഷ്യാലിറ്റി ആണ്. ഉമ്മാടെ ഫേവറേറ്റ് സാധനങ്ങളാണ്. നമ്മളെയൊക്കെ കൊളസ്ട്രോൾ കൂടാനായിട്ടുള്ള മെയിൻ കാരണം ഇതാണ്. അതെ അതെ, ഞാനും അതന്നെ തുടക്കം. ഇതും കൂടെ കഴിച്ചിട്ട് തുടങ്ങാം. അതെ ഗൈസ്, എനിക്ക് ഹൈ ആയാന്ന് കേട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് റിപ്പോർട്ടൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതും കൂടെ കഴിച്ചിട്ട് നമുക്ക് നടത്താം. എന്തിനി പക്ക ഡയറ്റ് സ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട്. ഞാൻ നോക്കാം, ലെറ്റ്സ് സീ. പക്ഷെ എന്തായാലും അളിയൻ കഴിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ കഴിക്കാതിരിക്കുന്നത് മോശമാണല്ലോ. ഓ മൈ ഗാഡ് ഗൈസ്, ആക്ച്വലി സൂപ്പറാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്നുണ്ട്, ഞാൻ സ്ഥിരം ഉണ്ടാക്കി കഴിക്കുന്ന സാധനമാണ്. അത് ഞാൻ ചെയ്യാറുണ്ട്. നമ്മളറിയൂല, നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര സൂപ്പർ സാധനമാണ്. കാർത്തിക് ഇത് കഴിച്ചിട്ടില്ലെന്ന് തോന്നണം. അവനിത് തിന്നാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. കാർത്തിക് കഴിച്ചിട്ടില്ലല്ലോ ഇത്. ഇങ്ങനെ ചൂടോടെ വന്നുകൊണ്ടിരിക്കും, നമ്മളൊന്നും അറിയാതെ തിന്നുകൊണ്ടിരിക്കും. മട്ടൻ ബിരിയാണി ഉണ്ട്. ഈ ഒരു പൂരിയും ഈ ഒരു ഉള്ളിയും ഊഫ് വൻ ടേസ്റ്റാണ് കേട്ടോ. വിനാഗിരിയും മറ്റേ നാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്.
അതിന് ഒടുക്കത്തെ ടേസ്റ്റാണ് ഗൈസ്. സിമ്പിൾ സാധനമാണ് പക്ഷേ പവർഫുൾ. നമ്മൾ സിമ്പിൾ ആൻഡ് പവർഫുൾ. ഖത്തറിൽ നിന്ന് വന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാൻ അത് എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. മട്ടൻ ബിരിയാണി കൂടെ കഴിച്ചു. ഉള്ളിയും നാല് പൂരി വൻ സാധനമാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് മാത്രം വെച്ച് കഴിക്കും. അപ്പം നമ്മളിതൊന്ന് ഫിനിഷ് ആക്കിയിട്ട് വരാം. ബൈ. അങ്ങനെ കഴിച്ച് നമ്മൾ പൂരിയൊക്കെ കഴിച്ച് അടിപൊളി പൂരിയാണ് കഴിച്ചത്. അതായത് വെളിയിൽ ക്രിസ്പിയും അകത്ത് സോഫ്റ്റുമാണ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. പറഞ്ഞാലേ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നല്ല ടേസ്റ്റാണ് മുട്ട റോസ്റ്റുമായിട്ട്. മുട്ട റോസ്റ്റ് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കൻ സ്റ്റൂ, വെജ് സ്റ്റൂ ഒക്കെ ഉണ്ടാകും. അതുമായിട്ടും നല്ല ടേസ്റ്റാണ്. സോ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓൾസോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ കൊളസ്ട്രോൾ കയറും. നല്ല നമ്മൾ ഇഷ്ടമുള്ള സാധനം കഴിക്കുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം എന്തായാലും ഇപ്പോൾ അളിയൻ വരുന്നതുകൊണ്ട് ഉണ്ടാക്കിയാണ്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. സോ ലെറ്റ്സ് സീ. ഇനി അങ്ങോട്ട് കുറച്ച് ഡയറ്റ് ആയിരിക്കും കഴിച്ചു. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ അന്ന് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ല, ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു. ഫുൾ കൊളസ്ട്രോൾ ഹൈ, യൂറിക് ആസിഡ് ഹൈ, എല്ലാം ഹൈ ആണ്. ഇന്നൊരു ദിവസം കൂടി ഞാൻ ആർമാദിക്കട്ടെ ഗൈസ്. നാളെ മുതൽ വേറൊരു ജീവിതം തുടങ്ങുകയായി. സോ നമ്മൾ വ്ളോഗിൽ കാണിക്കാൻ വേണ്ടി കഴിക്കുന്നത് മാത്രം കാണിക്കുന്ന ടൈപ്പ് ഓഫ് വ്ളോഗ്സ് ആയിരിക്കും ഇനി. കുറച്ചൊക്കെ ഒരിത്തിരി റെസ്പോൺസിബിൾ ഈറ്റിംഗ് എന്നുള്ളൊരു സംഭവം ചെയ്യാനുള്ള പ്ലാനാണ്. സോ സപ്പോർട്ട് ചെയ്യൂ ഗൈസ്. എനിക്കറിയാം കുറേ നാളായിട്ട് ഞാൻ ഡയറ്റ് എന്ന് പറയുന്നുണ്ട്, ഇതുവരെയായിട്ടൊന്നും നടന്നില്ല. ബട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, നമ്മൾ ഒറ്റയടിക്ക് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ നമ്മളെ ഹാബിറ്റ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം ഞാൻ സീരിയസ് ആയിരിക്കും. ഇന്നത്തെ ഒരു ഉച്ചയ്ക്ക് ഒരു ബിരിയാണിയും കൂടെ ഉണ്ട് ഗൈസ്. അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ല കുട്ടിയാണ് ആവും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക, കുറച്ചൊന്ന് ബൂസ്റ്റ്, എന്താ പറയുമല്ലോ, മോറൽ ബൂസ്റ്റോ, ആ സാധനം തന്നാൽ മതി ഗൈസ്, ഞാൻ സെറ്റ് ആയിക്കോളും. അപ്പം അടുത്തിനി നമുക്ക് മട്ടൻ ബിരിയാണിയുടെ ടൈമിൽ വരാം ഗൈസ്. അതിനെന്തോ പണിയുണ്ട്, കുറച്ച് ഓഫീസിൽ വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ഖത്തറി തിരിച്ചു പോകുന്നു. അതിനിപ്പം പുള്ളിക്കാരൻ കുറച്ച് ബിസി, വീട്ടിലിരുന്നുള്ള പണിയാണ്. അപ്പം എന്തായാലും കാണാം ഗൈസ് കുറച്ച് കഴിഞ്ഞിട്ട്. കുറുമ്പൊക്കെ ഉണ്ടാവൻ ആവശ്യത്തിന്. അവൻ കുറുമ്പനാണ്, അവൻ കുറുമ്പൻ. പക്ഷെ അവന് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് അവന് ദിവസത്തിൽ ആരോഗ്യം വരും കുറുമ്പ് കാണിക്കാൻ. അപ്പോൾ വന്ന് നമ്മളെയൊക്കെ കടിച്ചിട്ട് പോകും. കടിയനാണ് അവൻ, കടിയൻ. അവന് കുറച്ച് പ്ലേറ്റ്ലെറ്റ്സ് കുറവാണ് ഗൈസ്. അതാണ് അവൻ ഇങ്ങനെ തളർന്ന് കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് ഫ്രഷ് ബ്ലഡ് കൊടുക്കണം അവന്, അപ്പോഴേ അവൻ ആക്റ്റീവ് ആവും. ഫുഡ് കഴിക്കടാ പോയി. തലയും ചേർന്നിരിക്കുന്ന എടാ പോയി ഫുഡ് കഴിക്കടാ. നഖം വളർന്ന കേട്ടാ. അൻസറിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോവും. എനിക്ക് വയ്യ. എന്തിപ്പോ തിരിച്ചു അത് പോയി മണപ്പിച്ചിട്ട് വരും. ഇത് ഞാൻ കുറേ ചെയ്തിട്ടുള്ളത് ഇവനെ കൊണ്ട്. ഡേയ് എന്താണ് നിനക്ക്? പോയി പോയി പോയി. എന്താണ് പ്രശ്നം? സ്നേഹമാണ്. അവൻ്റെ റുട്ടീൻ അതാണ്. ഉറക്കമെണീക്കും, ഞാൻ എണീക്കണമെങ്കിൽ എൻ്റെ മുറിയിൽ കയറി വരും. പോ പോ. സ്നേഹമണിയനാണ് അവൻ. ശരി ഗൈസ്, നമ്മൾ ഫുഡ് റെഡി ആവട്ടെ, കഴിക്കാം. മട്ടൻ ബിരിയാണിയും ഉമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുമാണ്. നാളെയും കൂടെ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫ്രൈ. ഉമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, മട്ടൻ്റെ മസാല, ഇതാണ് ബിരിയാണി. ഈ ബിരിയാണി കിടിലോ, മട്ടൻ ബിരിയാണി സ്പെഷ്യലാണ്. സാലഡ്, ഞാൻ പപ്പടം, അതിൻ്റെ മൈക്ക്. ഇത് പിന്നെ അളിയനാണ് ഇന്നത്തെ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഖത്തറിൽ നിന്ന് വിളിച്ചു വരുത്തിയേക്കാണ്. അതെ, ഇനി എന്തെങ്കിലും ഉണ്ടോ അമ്മ? അത് വലിയ സീനൊന്നുമില്ല. എന്തൊക്കെയാ അതെ, ഇനി അവിടെ ചെന്നിട്ട് ഖത്തറിൽ ചെന്നിട്ട് കോൾ മീ ഫാബില് ഫുഡ് ബ്ലോഗർ ഫ്രം ഖത്തർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ട്രെയിനിങ് ചെയ്ത് നമ്മൾ നേരെ വിടും ഗൈസ് ഖത്തറിലോട്ട്. ഈ ചിക്കൻ ഫ്രൈ ആണെന്ന് കാർത്തിക് വന്ന് കുക്കിംഗ് റെസിപ്പി ഇട്ടത് ഗൈസ്. മൊരിയുണ്ട, ഒന്ന് നല്ല ക്രിസ്പി. ഇതാണ് മട്ടൺ, നല്ല സോഫ്റ്റ് മട്ടനാണ് ഗൈസ്. നമ്മളെന്തായാലും കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയണം. അവിടെ ഒരുത്തൻ ചൊറിഞ്ഞുകൊണ്ടേ കൊണ്ട്
അവിടെ ചൊറിയട്ടെ. നമ്മളപ്പോൾ കഴിച്ചിട്ട് വരാമെന്നല്ല, കഴിക്കുമ്പോൾ കാണിക്കാം. ബൈ. ഓക്കെ ഗൈസ്, ബിരിയാണി. ഓക്കെ, അതിനെത്തോ ഇതിന് ഇഷ്ടമുള്ള ഭാഗം. ബിരിയാണി എടുക്കുന്നത് അടിയിലാണോ? അല്ലേ, അടിയിലാണ്. ഓ, നമ്മളിങ്ങനെ ഇളക്കി മറിക്കണം. അതിൻ്റെ ബാക്കിയാണ് മസാല സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും എടുക്കാമെന്നുള്ള സെപ്പറേറ്റ് സെറ്റപ്പ്. മട്ടൻ ബിരിയാണി ഉമ്മ സ്പെഷ്യൽ. ഇന്ന് ലാസ്റ്റ് മട്ടനാണ്. എനിക്കിത് കഴിച്ചുകൂടാ. റെഡ് മീറ്റ്, യൂറിക് ആസിഡൊക്കെ മറ്റേ റൂഫിന്റെ അപ്പുറം നിൽക്കണം എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. റെഡ് മീറ്റ് ഇനി കേട്ടിട്ട് കാര്യമില്ല. ഇനി എന്റെ കാര്യത്തിന് തീരുമാനമാണ്. നമുക്ക് ഒരു കൈ ഫോണിൽ വേണ്ടെന്നുള്ളതുകൊണ്ട് അതിനെ കൊണ്ട് നമ്മൾ മട്ടൻ ബിരിയാണി എടുക്കുകയാണ്. ഇത് എൻ്റെതാണ്. അയ്യോ, ഇതില് നല്ല പീസ്. അപ്പോൾ കുഴപ്പമില്ല, അത് ക്യാമറയിൽ എടുക്കുന്നുണ്ട്. എന്നെ കുഴപ്പമില്ല, മതി. നമ്മൾ ആകെ ഒരു റൗണ്ട് ആദ്യം അടിക്കുന്നു, പിന്നെ നമ്മൾ അടുത്ത റൗണ്ട് നോക്കാം. ചിക്കൻ ഫ്രൈ ഉമ്മ സ്പെഷ്യൽ. വാട്ട് എ ഫെന്റാസ്റ്റിക് മീൽ ഗൈസ്. പപ്പടം അങ്ങനെ വെക്കുന്നു. വരാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ, ഞാൻ തന്നെ തോന്നിയത്. എനിക്ക് മതി. അച്ചാറൊന്നും കഴിച്ച് ചോറിൻ്റെ ടേസ്റ്റ് കളയും. ഡേറ്റ്സ് പിക്കൽ ഗൈസ്. അളിയൻ ആദ്യം കഴിക്കുന്നു, എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ. ഞാൻ സ്ഥിരം കഴിക്കുന്നുണ്ട്, പിന്നെ എനിക്കറിയാം. ഇതെനിക്ക് ബുദ്ധിമുട്ടാണ്. നോക്കട്ടെ, ബ്ലോഗിങ് പഠിക്കണമല്ലോ. പറ്റുമോ നോക്കട്ടെ. കോൾ മീ ഫാബിൻ്റെ. അതെ, അത് ഫുഡ് ബ്ലോഗിങ് ഞാൻ ചെയ്യാത്തതുകൊണ്ടുള്ള ചീത്ത കുറച്ചൊന്നല്ല കേട്ടോണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഫുഡ് ബ്ലോഗറാവും. ഞാൻ വരെ ആയി ഫുഡ് ബ്ലോഗർ. കാർത്തിക് എന്നെ ഫുഡ് ബ്ലോഗറാക്കി, ഞാൻ ഇവിടെ നിന്ന് അളിയനെ ഫുഡ് ബ്ലോഗറാക്കി ഖത്തറിലോട്ട് ബാക്ക് ചെയ്യാന്നുള്ള പ്ലാനിലാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാം സമാസമം ചാലിച്ച് അതിനെ ഒരു ഉരുട്ടി കുഴച്ച് ഉരുളയാക്കി വെച്ച് ഹൗസ് ദ ഫ്ലേവർ. സെറ്റാണ് വന്നത് വെറുതെ ഇല്ല ആണല്ലേ? സെറ്റാണ്. ഖത്തറിൽ നിന്നുള്ള യാത്ര വെറുതെ ഇല്ല എന്നാണ് പറയുന്നത്. ആണെങ്കിൽ അടുത്തൊരു ഉരുളയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു ഷുവറിറ്റിക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്യണം. കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളുകളായിട്ട് കണ്ടോണ്ടിരിക്കുന്ന മട ബിരിയാണിയാണ്. ഓ, ഇത് വ്ളോഗിലും അവൻ ചിക്കൻ ബിരിയാണിയാണ്. അവന് മട്ടൻ ബിരിയാണി കിട്ടിയിട്ടില്ല. വ്ളോഗിലും ഉമ്മ അവിടെ നിന്ന് കൊള്ളാമെന്ന് പേടിച്ചിട്ട്. ഉമ്മ മറ്റേ ഷെഫുകളെ പോലെയാണ്. അവർക്കാണ് ഇങ്ങനെ വെർഡിക്റ്റ് എന്തായെന്നുള്ളത് അറിയാൻ പറ്റും. എന്നാ സെറ്റല്ലേ? നമ്മളെപ്പോഴും രണ്ടാമത്തേതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഹൗസ് ഇറ്റ് എന്നുള്ളത്. ഗൈസ്, നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. മുട്ട എടുക്കുന്നു. രാവിലെ മുട്ടയാണെന്നുണ്ട്. അപ്പം നമ്മളിത് കുഴിച്ചിട്ട് കൊള്ളാം. നല്ല മീറ്റും. ബിരിയാണി കുറച്ച് എരിയൊക്കെ ഉണ്ട്. കുറച്ച് മസാലയ്ക്ക് ഒരുപാട് ലൈറ്റല്ല, കുറച്ച് അത്യാവശ്യം എരിയും. നമ്മൾ കഴിച്ച് വരുമ്പോൾ നമുക്ക് എരി ഫീൽ ചെയ്യും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി മസാലയാണ്. മട്ടൻ ബിരിയാണി ഉമ്മ ഭയങ്കര എക്സ്പേർട്ടാണ്. ഉമ്മയെ കൊണ്ട് കാറ്ററിങ് തുടങ്ങിപ്പിച്ചാലെന്ന് ആലോചിക്കാൻ വിചാരിച്ചു. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ കിട്ടണ ഒരു കാറ്ററിങ്. വിൽ യു ഗൈസ് ബി ഇൻട്രസ്റ്റഡ് ഓർഡർ ചെയ്ത് തിന്നാനായിട്ട്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എരി കയറ്റി ഒരു ഓണ്ടർപ്രണർ ആക്കാം. നമുക്ക് ലിമിറ്റഡ് ഒരു ദിവസം 100 ബിരിയാണി ഓൺലി. ഞാനും അതാണ് പറഞ്ഞത്. കുറച്ച് മതി. 100 ബിരിയാണി അതാകുമ്പോൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യില്ല. ഒത്തിരി തിരക്കും ബഹളവും ഓർഡറൊക്കെ ആകുമ്പോഴാണ് ടേസ്റ്റ് കോംപ്രമൈസ്ഡ് ആണ്. അത് മിക്ക ഇവിടുത്തെ വലിയ ഹോട്ടലായാലും അങ്ങനെ തന്നെയാണ്. ചെറിയ സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാവരും നല്ലതാണ്. ബിക്കോസ് ആ സമയത്ത് കുറവാണ്.
പക്ഷെ പിന്നെ അവർ ബിസി ആകുമ്പം എല്ലായിടത്തും ടേസ്റ്റ് കുറച്ചൊന്ന് എഫക്റ്റഡ് ആവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം. ഇപ്പം അതാണ് ട്രെൻഡ്. ചില റെസ്റ്റോറൻറ്റ്സ് കണ്ടിട്ടില്ലേ, 8 പേരെയൊക്കെയാണ് ഒരു സമയത്ത് കയറ്റണം, എന്നിട്ട് ആ 8 പേരെ നൈസായിട്ട് അവർ സർവീസ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ബാംഗ്ലൂരുള്ള ചിക്കൻ ഫ്രൈ. അതന്നെ ബാംഗ്ലൂർ തന്നെയാണ് ഈ ഒരു ട്രെൻഡ്. ഇപ്പൊ മെയിൻലി ബാംഗ്ലൂരാണ്. ആദ്യം ഒരു റാമന്റെ സംഭവം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബർഗറിന്റെ സംഭവം ഉണ്ട്. ഇതൊരു ഡിന്നർ ആഴ്ചയിൽ 2 ദിവസം. ഇപ്പൊ അവിടെ ഇപ്പൊ അത് ട്രെൻഡാണ് ബാംഗ്ലൂര്. നമ്മളവിടെ അത് വന്നിട്ടില്ല കൈസ്. അതാകുമ്പോ കുറച്ചുകൂടെ നൈസായിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടും. ഓ ചിക്കൻ ഫ്രൈ കൊള്ളാം. കാർത്തിക് ഞാൻ വിളിച്ചതാണ് ഉച്ചയ്ക്ക് വരണമെന്ന്. പക്ഷെ അവന് ഷൂട്ടുണ്ട് കൈസ്. അവന് വൈകുന്നേരം മാത്രമേ ഫ്രീ ആവും. നമ്മൊന്ന് ഡീമൺ സ്ലെയർ കാണാൻ പോകണം കൈസ്, ഞാനും കാർത്തിയും വർഷയും. അനിമയെ പറ്റി ഒരു വക എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ആകെ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ പേര് മാത്രമേ അറിയാവൂ. അവന്മാരൊക്കെ കഥയിൽ എന്താണ് നടക്കണേന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും റീക്യാപ്പ് വീഡിയോ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണം പോകാൻ. ഇന്നത്തെ സിനിമ ആണ് ആദ്യത്തെ അനിമേ സിനിമയാണ് ഗൈസ് എൻ്റെ. ചിലപ്പോൾ ഞാൻ അനിമേ ഭ്രാന്തനായാലോ. ലെറ്റ് സീ, നമുക്ക് നോക്കാം. എന്താ നമ്മളിത് കഴിക്കട്ടെ ഗൈസ്. ലെറ്റ് ഫിനിഷ് ഇറ്റ്. അയ്യോ ഗൈസ്, അനങ്ങാൻ വയ്യ. മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അടിച്ച് ഇത്രയും കിറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഗൈസ്. പക്ഷെ അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഇനി ഒന്നും അകത്തോട്ട് പോവില്ല. ആ ലെവലിൽ കഴിച്ച് ഫിനിഷ്. യമ്മി ഫുഡായതുകൊണ്ട് ഇതാകാൻ പ്രശ്നം ഗൈസ്. കഴിച്ചു പോകും നമ്മൾ ഓട്ടോമാറ്റിക്കലി. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ കാർത്തിക്കും വരും. ഞാൻ അവനെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇന്ന് മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അവനും വന്ന് ഫുഡ് അടിച്ചിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകും. ഇന്നത്തോടെ എൻ്റെ മട്ടൻ അടിയും റെഡ് മീറ്റ് കഴിക്കലും തീർത്ത് കഴിച്ചു. ഇതൊന്നൊരു കൊതിയിലങ്ങ് ഞാൻ ഫുള്ളങ്ങ് തിന്ന് ഒന്നും നോക്കിയില്ല. എന്തായാലും തിന്ന് ഇത്രയും കൂടിയിരിക്കുകയാണ് യൂറിക് ആസിഡ്. ഇന്നൊരു ദിവസം കൂടെ തിന്നാം, എന്നിട്ട് ഐശ്വര്യമായിട്ടങ്ങ് നിർത്താം എന്നുള്ളൊരു പ്ലാനിലാണ്. നോക്കാം. ഇത് എന്താ പറയുക, പഴയ വാക്ക് എന്തോന്നും ആ വാക്കാവുമോ എന്നുള്ളത്, പഴയ വാക്കാവുമോ എന്നുള്ളത് നോക്കാം. ഞാൻ എന്തായാലും മാക്സിമം എൻ്റെ കൺട്രോൾ ചെയ്യാൻ പിടിച്ചെടുത്താൻ കഴിച്ചു. എന്തായാലും വെജിറ്റബിളും ഫ്രൂട്ട്സും ഫിഷും അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ചിക്കനും കുറയ്ക്കാമെന്നുള്ള പ്ലാനിലാണ്. ലെറ്റ്സ് പ്രോപ്പറൊരു ഡയറ്റ് തപ്പിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ജിമ്മിലോട്ട് വലുതാലോചിച്ച് കയറണം. അങ്ങനെ കുറേ പ്ലാനുകളുണ്ട്. അപ്പോൾ അടുത്തിനി കാർത്തി വരുമ്പോൾ കാണാം ഗൈസ്. ശരി, ബൈ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ മൂവി റിവ്യൂ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ. അതിൻ്റെ അനിമേ മൂവിയാണ്. ഐമാക്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും വലിയ അനിമേ ഭ്രാന്തനായ കാർത്തിയുടെ കൂടെയാണ് പോകുന്നത്. പോയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതെൻ്റെ ആദ്യത്തെ അനിമേ മൂവിയാണ് ഗൈസ്. ഞാൻ ഇതൊക്കെയായിട്ട് അനിമേ കണ്ടിട്ടില്ല. അനിമേ സീരീസും കണ്ടിട്ടില്ല, സിനിമയും കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. സംബഡി ഹു ഹാവ് നോ ക്ലൂ അബൌട്ട് അനിമേ കാണാൻ പോവാണ്. ഇത് കണ്ടിട്ട് ഞാൻ ചിലപ്പോൾ അനിമേ ഭ്രാന്തനാവില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ലെറ്റ് സി. ഞാൻ കുറച്ച് റീക്യാപ്പൊക്കെ നോക്കി ഇതിൻ്റെ മുമ്പത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് വശത്താക്കിയിട്ടുണ്ട്. സോ അറിയാം എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. സോ അത് കണ്ടിട്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം, ഒപ്പീനിയൻ പറയാം വന്നിട്ട്. സോ ഇപ്പം കാർത്തിക് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സിനിപോളിസ് ഐമാക്സ്. സി യു. വി ആർ ബാക്ക്. ഹലോ സനി ബ്രോ, വ്ലോഗ് വീഡിയോ ചിക്കൻ്റെ വേണമല്ലേ? വെൽക്കം ഗൈസ്, വെൽക്കം ടു. നിങ്ങൾ വീണ്ടും വ്ലോഗ് തുടങ്ങിയത്. പുതിയ പൂ അല്ല, അത് പ്ലാസ്റ്റിക്. അപ്പുറത്താണ് പുതിയ ബ്ലൂ, ഇതാണ് ഒറിജിനൽ ബ്ലൂ. ഇത് ഷാസിൻ്റെ ഫ്രണ്ട് നമ്മളെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം പുള്ളിക്കാരി ഉമ്മാക്ക് കൊണ്ടുവന്നായിരുന്നു. മിസ്റ്റർ ട്വിക്സ്, കമോൺ ഗൈസ്, ഇരിക്കൂ. ഞാൻ ഉച്ചയ്ക്ക് അർമാദിച്ചിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് അനങ്ങാൻ വയ്യ. ലാസ്റ്റ് ഓഫ് ദ മട്ടനാണ് ഞാൻ കഴിച്ചത്. ഇതാണ് ബിരിയാണി. അപ്പൊ ഇതിനകത്ത് കഷ്ണമുണ്ട്. അത് സെപ്പറേറ്റ് മസാല. അതിനകത്ത് കഷ്ണം ഇല്ലെങ്കിൽ കഴിക്കൂ. കഴിഞ്ഞാണ് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചല്ലേ? ടാ ബിരിയാണി നീ എൻ്റെ ഇതിവിടെ എത്ര എനിക്ക് തിന്നാലും എനിക്ക് മടുക്കാത്തൊരു സാധനം. നമ്മൾ വെയിറ്റ് ചെയ്തതാണ്. അതല്ലേ ഞാൻ പറഞ്ഞ സിനിമയ്ക്ക് ഓണ വന്ന് കഴിച്ചിട്ട് പോയി.
അതുകൊണ്ട് പറന്ന് ഓടിപ്പടച്ചും കത്തിയത്. ഇവരെ ഹോസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ് ഗൈസ്, ബിക്കോസ് നല്ല ഫുഡികളാണ് ഇവർ. അത്യാവശ്യം കുറച്ച് കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുന്ന ടീമുകളാണ്. യെസ്, ദാറ്റ് ഐ നോ. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കഴിക്കുന്നു, നേരെ ഓടുന്നു സിനിമയ്ക്ക്. 8:30 എന്തോണ് സിനിമ, 8 മണിക്കെങ്കിലും ഇറങ്ങണം ഗൈസ്. സോ ബൈ. യെസ് മാൻ, ആളേനെ കാത്തിവിടെ നമ്മളിപ്പോൾ ഓടിയല്ലേ സിനിമയ്ക്ക്. ഒരുപാട് പറഞ്ഞായിരുന്നു കൂടുതൽ നമ്മള് ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയോളൂ, അപ്പോഴത്തേക്കും ഫുഡ് എടുത്ത് വെച്ചിട്ട് അവർ പരിചയപ്പെടട്ടെ. അളിയൻ നേരെ ഇനി ഖത്തറിലോട്ട് പോവുകയാണ്, യാത്ര പറയുകയാണ്. നമ്മളിപ്പോൾ സിനിമയ്ക്ക് പോകുന്നുണ്ട്, ഇനി കാണാൻ ചിലപ്പം ചാൻസ് കിട്ടിയില്ല എന്നുണ്ട്. ടാറ്റാ. അവിടെ നിറച്ച ആൾക്കാരാണ്, കൂട്ടുകാരാണ്, നാട്ടുകാരാണ് അവിടെ മൊത്തം. അവരെ വീട്ടില് എന്താ അപ്പൊ ഓക്കെ കാണാം. ബൈ ബൈ. അങ്ങനെ അളിയനെ യാത്ര പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവർ ആദ്യമായിട്ട് കണ്ടിട്ട് യാത്ര പറയുകയാണ്. കണ്ടിട്ട് യാത്ര പറയാം. ബൈ ബൈ. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഓടിപ്പോട്ടെ. ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ അനിമയൊക്കെ കണ്ടിട്ട് ഇവരെ യാത്ര അയക്കുകയാണ്. ഇല്ല ഇല്ല ഇല്ല. ഓ പിന്നെ അനിമ ഭ്രാന്തന്മാരും ഭ്രാന്തിയും. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഓ നാളെ അല്ലേ? അപ്പൊ ശരിയാടാ, അടിച്ചോളി. ടാറ്റ ബൈ. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഡീമൺ സ്ലെയർ കണ്ടിട്ട് വീടെത്തിയിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അവിടെ പെയിനും തുടങ്ങി. സ്റ്റിച്ച് ഉള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞില്ല ഒരു സർജറി കഴിഞ്ഞെന്നുള്ളത്. അപ്പോൾ അത് വെച്ചോണ്ടിരുന്ന് ഫുള്ള് സിനിമ കണ്ട് നല്ല പെയിന് കൂടി. പിന്നെ പതുക്കെ പോയി പെയിൻ കില്ലറും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. എനിക്ക് മോളിൽ എത്തിയിട്ട് ഞാൻ ഇത് പടത്തിൻ്റെ അത് പറയാം ഗൈസ്. ബൈ. വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ഡീമൺ സ്ലെയർ എന്ന തന്നെ പടം കണ്ടിരിക്കുകയാണ്. പടമല്ല, അനിമേ മൂവി കണ്ടിരിക്കുകയാണ്. പക്ഷേ നൈസാണ് ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ട്. സംഭവം കണ്ടുകൊണ്ടിരിക്കാം. സെൻറ്റിമെൻറ്റ്സ്, മറ്റേ മോട്ടിവേഷൻ, ആക്ഷൻ, മറ്റേ സൂപ്പർ സ്റ്റാർഡം, ഇതെല്ലാം ഉണ്ട്. സാധാരണ സിനിമയിൽ എന്തൊക്കെയാണ് കാണുന്നത് അതെല്ലാം ഇതിൻ്റെ അകത്തും കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട് ഇതിന്. ബിക്കോസ് തിയേറ്റർ നല്ല ഹൗസ്ഫുള്ളാണ് ഗൈസ്. നമ്മൾ കണ്ട അത്യാവശ്യം നല്ല ഹൈപ്പുണ്ട് പടത്തിന്. അപ്പം ആൾക്കാർ നല്ല വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് തോന്നുന്നു ഈ ഒരു സാധനത്തിന് വേണ്ടി. അപ്പം ബിക്കോസ് ഞാനീ അനിമ കാണാത്തതുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ ഇതിൻ്റെ ക്യാരക്ടർ സംഭവങ്ങളൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പായിട്ട് കണക്റ്റ് ആകാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഒരു അനിമേ മൂവി കാണുന്നത്. അപ്പം ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് പോയി കണ്ടത്. കാർത്തികയായിട്ടാണ് പോയി കണ്ടത്. അവന് നല്ല കോല അനിമേ ഫാനാണ്. അവനും വർഷയും കൂടെ എനിക്ക് തോന്നുന്നു മറ്റേ വർഷമായിരുന്നു കരച്ചിലൊക്കെ ആയിരുന്നു ലാസ്റ്റ് സീനിലൊക്കെ. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. ബിക്കോസ് ഇവരൊക്കെ നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. ഓരോരോ ക്യാരക്ടേഴ്സുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അവരുമായിട്ട് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കാണുന്ന സീരീസൊക്കെയാണ്. അപ്പം കുറച്ചൊക്കെ ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ടാൻജിറോ ഇഷ്ടപ്പെട്ട്, സെനിറ്റ്സു നൈസായിരുന്നു. പിന്നെ ഒരു പെണ്ണുണ്ട് ഷിനോബിയ, അങ്ങനെ ഒരു പെണ്ണുണ്ട്. അത് പക്ഷേ അടിപൊളി പെണ്ണ് കേട്ടോ. എനിക്കത് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു വിൽ പവറും എന്താ പറയാമല്ലോ കമ്മിറ്റ്മെൻറ്റും സംഭവങ്ങളും അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ലൈക്ക് ഓരോ സാധനങ്ങൾക്കും ഓരോരോ എന്താ പറയുമല്ലോ ലൈക്ക് ദർ ഇസ് എ ഹിഡൻ മെസ്സേജ് എല്ലാത്തിലും. ഓരോ ക്യാരക്ടറിൻ്റെ ഇതിലായാലും ഓരോരോ സിറ്റുവേഷൻ്റെ ഇതിലായാലും കുറേ കാര്യങ്ങൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ആ ഒരു സംഭവത്തിലാണ് എനിക്ക് തോന്നുന്നത് ആൾക്കാർ കൂടുതലും ഇത് കാണുന്നത്. ക്യാരക്ടർ ബിൽഡിങ് അടിപൊളിയാണ്. മൂവിയുടെ പ്ലോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ വില്ലന്മാർ അവരുടെ റാങ്ക് അനുസരിച്ച് അടിയും രസമുണ്ട്. ഇതുമാതിരി മറ്റേ ലെവൽ 4 കൈജു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പസഫിക് റിമ്മിൽ അടിവിടുന്ന പോലെ ഫൈറ്റ് സ്റ്റാർട്ട്സ് ലെവൽ 4 കൈജു വേഴ്സസ് മറ്റേ റോബോട്ട് അടിവിടുന്ന പോലെ. അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ഫീലിംഗ് ആണ് എനിക്ക് അനിമയിൽ ഈ സാധനത്തിനെ കണ്ടിട്ട് തോന്നുന്നത്. ഡീമൺസ് വേഴ്സസ് ഈ ഒരു ടീമുകൾ എന്താ ഹാഷറോ അങ്ങനെ എന്തോ സാധനം. പക്ഷേ സംഭവം രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാം. അപ്പം ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് അനിമേ എക്സ്പീരിയൻസ് വാസ് ഗുഡ്. കുറച്ചൊക്കെ എനിക്ക് ലാഗ് അടിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സൈലൻസ് ആണ് ചില സിറ്റുവേഷനിൽ. സ്പിൻ ഡ്രോപ്പ് സൈലൻസ് ഭയങ്കര ആ ഒരു ഡ്രമാറ്റിക് മൊമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു സംഭവത്തിന് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ വേണ്ടി അവർ ഭയങ്കര പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. അപ്പം ഭയങ്കര ലൈക്ക് എന്തോ പറയല്ലോ ഭയങ്കര ഒരു വെൽ പ്ലാൻഡ് ആണ് ഈ ഒരു സംഭവം, ഈ ഒരു അനിമ ഉണ്ടാക്കിയേക്കുന്നത്. ലൈക്ക് ആൾക്കാരെ ഇതിലോട്ട് ഇൻവോൾവ് ആക്കിപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇറ്റ്സ് എന്താ പറയുക സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ഹുക്ഡ് ആയിട്ട്
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ എപ്പിസോഡും ഒന്നും വിടാതെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോ ക്യാരക്ടേഴ്സുമായിട്ട് എന്തുമാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്നുള്ളതൊക്കെ ഇതിൻ്റെ ആ ഒരു നറേറ്റീവ് സ്റ്റൈലും സ്റ്റോറി ബിൽഡിങ്ങും ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിങ് എങ്ങനെയാണെന്നുള്ളത് കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് അങ്ങനെയാണ് ആൾക്കാരെ ഹുക്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ചില 2-3 സീനുകളുണ്ട് അടിപൊളിയാണ്. 2-3 ഫൈറ്റ് സീൻസ് നല്ല സൂപ്പറായിട്ടുണ്ട്. സംഭവം ഞാൻ പറഞ്ഞേ ബോറൊന്നുമല്ല, കാരണം ഫുൾ 2.5 മണിക്കൂറിൽ കൂടുതലുണ്ട്. മൊത്തം തീർന്ന് കാണാം, ബോറടിക്കായിരുന്നു കാണാം. സോ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ആദ്യത്തെ അനിമ എക്സ്പീരിയൻസ് അടിപൊളിയായി. ഇനി നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇനി ഇതേപോലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണുന്നതായിരിക്കും ഗൈസ്. സോ മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് ഗുഡ്. അനിമേ മൂവി ഡൺ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. തിയേറ്ററിൽ നല്ല ക്ലാപ്പടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അനിമേ ഫാൻസിനൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പടമാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ലെറ്റ് ദ അതർ 2 എപ്പിസോഡ്, ഇനി എനിക്ക് തോന്നുന്നു 2 എപ്പിസോഡും കൂടെ വരാനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനും വെയിറ്റ് ചെയ്യാം, കണ്ടു നോക്കാം. അപ്പോൾ എന്തായാലും ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ വില്ലനെയൊക്കെ കാണിക്കുക, അത് കുറച്ച് പവർഫുൾ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെ ഈ ഒരു ക്യാരക്ടേഴ്സ് ബീറ്റ് ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ള ഒരു ജിജ്ഞാസ ഉണ്ട് എനിക്ക്. അല്ലാതെ എനിക്ക് വലിയ ഇൻവെസ്റ്റ് ചെയ്ത് കാണാൻ ലൈക്ക് ബാക്കിയുള്ള അനിമേ സീരീസ് കാണാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല. ഇങ്ങനെ സിനിമ വരുമ്പോൾ കാണാൻ ഇഷ്ടമാണ്. ലൈക്ക് അതിലാകുമ്പോൾ അറ്റ്ലീസ്റ്റ് സെൽഫ് എക്സ്പ്ലെയിനേറ്റീവ്, ഈവൻ ദോ ക്യാരക്ടേഴ്സ് ആയാലും നമ്മൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആരുടെയൊക്കെ പവർ എന്താണെന്നും എന്തായാലും ബാക്ക് സ്റ്റോറി എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന്. ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ഈ പടം കാണുന്നതിന് മുമ്പ് എന്ത് കാണണം, ഏതൊക്കെ ഇത് കാണണം എന്നൊക്കെ ഉള്ളത്. ഞാൻ ഇതിങ്ങനെ കാഷ്വലായിട്ട് കണ്ടുപോകാന്നേ ഉള്ളൂ. അല്ല ഞാൻ പോലെ അനിമേ ഫാൻ അല്ല, ഐ എം നോട്ട് എൻ അനിമേ സീരീസ് ഫാൻ. പക്ഷേ മൂവി ഐ വിൽ ട്രൈ ടു വാച്ച് വെൻ എവർ സംതിങ് കംസ്. അപ്പം ആ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് ഗൈസ്. അപ്പം വേറെ ഒന്നും പറയാനില്ല. അടുത്ത സിനിമ വരുമ്പം വീണ്ടും കാണാം. ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.